ശാരീരിക പ്രയാസങ്ങളെ ആനന്ദമാക്കി സ്വീകരിച്ച ഗർഭസമയത്തും കണ്ണീരും സന്തോഷവും കലർന്ന പോറ്റുനോവിലും നിർവൃതി പൂർത്ത മുലയൂട്ടൽ കാലത്തും പരിലാളനയുടെ ഉടൽ രൂപമായി നമ്മെ പൊതിഞ്ഞ ഉമ്മയുടെ മനസ്സിൽ ചിറകടിച്ചത് 1000 കിനാവുകളായിരുന്നു. കലർപ്പില്ലാത്ത സ്നേഹത്തിന് തളിർത്ത കിനാവുകൾ. ആ കിനാവുകളുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ടി വിയർക്കുകയും കിതയ്ക്കുകയും കുതിക്കുകയും ചെയ്ത സ്നേഹത്തിൻ്റെ മറുവാക്കാണ് ഉപ്പ. ഉമ്മയുടെയും ഉപ്പയുടെയും സംതൃപ്തി ഉറപ്പുവരുത്തൽ വിശ്വാസിയുടെ സുപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും തണലും തണുപ്പും നൽകേണ്ടതിനെക്കുറിച്ചാണ് ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സക്കരിയ സ്വലാഹി തൻ്റെ ലഘുഭാഷണത്തിലൂടെ നമ്മളോട് മനസ്സ് തുറക്കുന്നത്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീല. സ്നേഹാദരണീയരായ സ്റ്റേജിലുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് കീഴിൽ അതിൻ്റെ 19ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം അവസാന നിമിഷങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിച്ച 2 സ്വഹാബികളുടെ ജീവിതത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ചത് ഖുർആനിൻ്റെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 23-ാമത്തെ വാചകമാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കിയവരുണ്ട്. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു. അള്ളാഹുവിനോട് ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കി ജീവിതം ലോകത്തുനിന്ന് വിടയൊല്ലിയവർ മരണപ്പെട്ടവരുണ്ട്. വമിൻഹും മൻ യൻതളിർ. അവരിൽ ചില ആളുകൾ മരണത്തെ പ്രതീക്ഷിക്കുന്നവരാണ്, മരിച്ചിട്ടില്ല. വമാ ബദ്ദലൂ തബ്ദീല. അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായി ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു അഹ്സാബിലെ ഈ വാചകം ഉഹദ് യുദ്ധത്തിനു ശേഷം അങ്ങ് മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ നിന്നാണ് പാരായണം ചെയ്യുന്നത്. ഉഹദ് യുദ്ധത്തിൽ പ്രവാചകനും അനുയായികളും അനുഭവിച്ച വിഷമത്തെ അയവിറക്കിക്കൊണ്ടു ഖുർആനിൻ്റെ ഈ വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിടാൻ ചില കാരണമുണ്ടായിരുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മിക്കവാറും മുഫസ്സിറുകളെല്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ്റെ അനുയായികളിൽപ്പെട്ട അനസ് ബിൻ നളിർ എന്ന് പറയുന്ന യുവാവ്, അദ്ദേഹത്തിനോ ബദർ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ 1ാമത്തെ പോരാട്ടത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചില്ല. വിഷമത്തോടുകൂടി മദീനയുടെ പട്ടണത്തിൽ വെച്ച് അദ്ദേഹം ഒരിക്കൽ പ്രഖ്യാപിച്ചുവത്രേ, തൗഹീദിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ ഇനിയൊരു അവസരം ലഭിച്ചാൽ അനസ് എന്ത് ചെയ്യുമെന്നുള്ളത് അനസ് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിനു ദിവസങ്ങൾക്കു ശേഷം ഉഹുദിലേക്കുള്ള വിളിയാളമുണ്ടായി. ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ
മഹാനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുഹൃത്ത് സഹോദരൻ സഅദ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു സംഭാഷണമുണ്ട്. യുദ്ധത്തിൽ നിന്ന് എങ്ങനെ മടങ്ങാനാണ് ആഗ്രഹമെന്ന് അനസ് സഅദിനോട് ചോദിച്ചപ്പോൾ സഅദ് എന്ന് പറയുന്ന യുവാവ് നൽകിയത് ബദറിൻ്റെ രണാങ്കണത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി എങ്ങനെയാണോ തിരിച്ചെത്തിയതോ അതേ പ്രകാരം തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. മഹാനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ശത്രുക്കളുമായി പോരടിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിൽ അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും അവസാനം എൻ്റെ ശരീരം എന്നെ പിടികൂടി അവർ അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ ഷഹാദത്തിൻ്റെ പ്രതിഫലവുമായി കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ കാരക്കച്ചികൾ ചതച്ചരച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഓടിപ്പോകുന്ന മഹാനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പെടുന്നുണ്ട്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, യാ അബ അംർ ഐൻ, യാ അബ അംർ ഐൻ, അബു അംറേ എവിടെയാണ് താങ്കൾ? വാഹൽ ലിരീഹിൽ ജന്ന അജിദുഹു ദൂന ഉഹദ്, അജിദുഹു ദൂന ഉഹദ്. സ്വർഗത്തിൻ്റെ സുഗന്ധത്തിലേക്ക് പെട്ടെന്ന് വേഗത്തിൽ ഉഹദ് പർവ്വതത്തിൻ്റെ മറുഭാഗത്ത് നിന്ന്, ഉഹദിൻ്റെ രണാങ്കണത്തിൽ നിന്ന് ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു രണാങ്കണത്തിലേക്ക് പോയ അനസ് ബിൻ നളിർ എന്ന് പറയുന്ന യുവാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം രണാങ്കണത്തിൽ വെച്ച് ഷഹാദത്ത് വരിച്ചു ഷഹീദായ മഹാനായ അനസ് ബിൻ നളിർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ സഹോദരി ശരീരത്തിലേറ്റുവാങ്ങിയ 82 മുറിവുകൾ, വെട്ടും കുത്തും അമ്പേറ്റുമുണ്ട് ഏറ്റുവാങ്ങിയ 82 മുറിവുകളിൽ തള്ളവിരലിലുള്ള അടയാളം വെച്ചിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞതെന്ന് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആനിൻ്റെ ആയത്തിറങ്ങിയത് അനസിൻ്റെ വിഷയത്തിലാണെന്നോ മുഫസ്സിറുകൾ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ടോ? സഹാബത്ത് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധം കഴിഞ്ഞു മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുർആനിൻ്റെ ഈ ആയത്ത് ഓതിക്കൊണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനോട് ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കിയവരുണ്ടെന്ന് പറഞ്ഞു. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർത്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഏറ്റുവാങ്ങിയ ഉഹദിന്റെ രണാങ്കണത്തിൽ ഹിന്ദു റളിയല്ലാഹു അൻഹ അന്ന വിശ്വാസിനിയായിരുന്നു. ഹിന്ദു അവരുടെ കരള് കടിച്ചു തുപ്പിയതും ആ വാർത്തയാലോചിച്ച് പൊട്ടിക്കരഞ്ഞ പ്രവാചകൻ, മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മറ്റൊരു യുവാവിന് സംഭവിച്ച സംഭവത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ പ്രവാചകൻ, മഹാനായ പ്രവാചകൻ പിന്നീട് അനസ് റളിയല്ലാഹു അൻഹുവിന് ഉഹദിൽ സംഭവിച്ചതോർത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് മിമ്പറിലിരുന്നു എന്നാണ്. താഴെയിരിക്കുന്ന സഹാബത്ത് മുഴുവനും തലതാഴ്ത്തിയിരുന്ന് തേങ്ങിക്കരയുമ്പോൾ ആരോ ഒരാൾ എണീറ്റ് നിന്ന് നബിയോട് ചോദിച്ചു, അല്ല പ്രവാചകനെ, അള്ളാഹുവിനോട് ഏറ്റെടുത്ത കരാറ്, തൗഹീദിന്റെ മാർഗത്തിലുള്ള പോരാട്ടം, ആ ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കി മരിച്ചവരെ ഞങ്ങൾക്ക് മനസ്സിലായി. ഖുർആനിന്റെ വാചകത്തിൽ വമിൻഹും മൻ യന്തളിർ, പ്രതീക്ഷിക്കുന്നവരുണ്ടല്ലോ മരണത്തെ, ആരാണവരെന്ന ചോദ്യത്തിന് റസൂലുള്ള മറുപടി നൽകിയില്ല. അല്പം കഴിഞ്ഞപ്പോ ഉഹുദിൽ ത്യാഗം സഹിച്ച മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആ ത്വൽഹയെ ചൂണ്ടി റസൂലുള്ള പറഞ്ഞു, ഇതാ ഇദ്ദേഹം അവരുടെ കൂട്ടത്തിലെന്നാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരികളെ, പ്രോഫ്കോണിൽ പങ്കെടുക്കാൻ വേണ്ടി പലപ്പോഴും പല നിർബന്ധങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടായിരിക്കാം കടന്നു വന്നത്. ഇതിൻ്റെ അവസാന നിമിഷം വരെ ഇവിടെ പിടിച്ചു നിർത്തിയത് ചിലപ്പോൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടായേക്കാം, അതല്ലെങ്കിൽ പല വ്യക്തിപരമായ പലതും നമ്മൾക്കുണ്ടായേക്കാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പോരാട്ട ഭൂമിയിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന ഖുർആനിന്റെ പ്രഖ്യാപനത്തെ ആവർത്തിച്ച് ഏറ്റെടുക്കാനുള്ള പ്രതിജ്ഞ, ആ പ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ആവർത്തിച്ച് കേട്ട ഈ പ്രസംഗപീഠത്തിൽ നിന്നും 2 വാചകങ്ങൾ കൂടി മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം അഭിമുഖീകരിച്ച സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ മറ്റൊരത്ഭുതമാണ്. പ്രവാചകൻ ഒരാളുടെ മരണത്തിലും മഹാനായ പ്രവാചകൻ ഒരൊറ്റ സ്വഹാബിയും കരഞ്ഞ നിമിഷത്തിൽ പ്രവാചകൻ ചിരിച്ചിട്ടില്ല. എന്നാൽ
അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേൾക്കുമ്പോൾ റസൂലുള്ളാഹ് പുഞ്ചിരി തൂകിയിട്ടുണ്ട്. അതിന്റെ അനുഭവത്തെ പിന്നീട് ഹദീസുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് മുശ്രിക്കുകളെ വെല്ലുവിളിച്ച ആരെങ്കിലും ഒരു സഹാബി ഉണ്ട് എങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. അതേ സഅദാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ മുൻഭാഗത്തുള്ള കടൽ കാണിച്ചു തന്നു. ആ കടലിൽ മുങ്ങി മരിക്കാൻ, അതിലൂടെ പോയി പോരടിക്കാൻ പറഞ്ഞാൽ സ്വർഗം നേടാനുള്ള വഴിയാണെന്ന് ഞങ്ങൾക്കറിയാം റസൂലേ. അതുകൊണ്ട് താങ്കൾ പറയുക, കൽപ്പിക്കുക, സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പ്രവാചകന് ശക്തി നൽകിയ വാചകം ഉരുവിട്ട മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ ആകാശത്തു നിന്ന് 70,000 മലക്കുകൾ എന്നൊരു റിവായത്തിലും 40,000 എന്ന മറ്റൊരു റിവായത്തിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറിയപ്പോ റസൂലുള്ളാഹിക്ക് രാജാവ് നൽകിയ, സമ്മാനമായി നൽകിയ സുന്ദരമായ വസ്ത്രത്തെ ധരിച്ചുകൊണ്ട് കയറിയ പ്രവാചകന്റെ വസ്ത്രത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനായ ഓടിക്കോടിയ സ്വഹാബത്തിനെ മാറ്റി നിർത്തി റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായും സഅദ് ഇബ്നു മുആദിന് സ്വർഗത്തിലുള്ള തൂവാല ഇതിനേക്കാൾ ഭംഗിയുള്ളതാണ്, ഇതിനേക്കാൾ ഭംഗിയുള്ളതാണ്. സ്വർഗത്തില് സഅദിന് വേണ്ടി പ്രത്യേകമായി വസ്ത്രമുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ സഅദ് പ്രവാചകന്റെ മടിയിൽ വെച്ചാണ് മരിക്കുന്നത്. ഖന്തഖ് യുദ്ധവേളയിൽ ശത്രുപക്ഷത്ത് നിന്നേറ്റ മുറിവ്, അമ്പേറ്റ് കൊണ്ടുണ്ടായ മുറിവ്, ആ മുറിവ് വ്രണപ്പെട്ട് മദീനയുടെ പള്ളിയിൽ ഒരു ഭാഗത്ത് പ്രവാചകൻ കെട്ടിക്കൊടുത്ത ടെന്റിൽ കിടന്നുകൊണ്ട് അദ്ദേഹം മരണവേദന അനുഭവിക്കുമ്പോൾ അതിലെ ഓടിപ്പോയ ആട്ടിൻകുട്ടിയുടെ കുളമ്പ് തട്ടി രക്തം വാർന്നൊലിച്ച് മഹാനായ പ്രവാചകന്റെ മുമ്പിലൂടെയുള്ള മണൽത്തരികളെ രക്തനിറമാക്കിക്കൊണ്ട് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പിടഞ്ഞു മരിക്കുന്നത് കണ്ട റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ മുമ്പിൽ തേങ്ങിക്കരഞ്ഞ് സ്വർഗമുണ്ട് സഅദേ, സ്വർഗമുണ്ട് സഅദേ എന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ആ സഅദ് പിടഞ്ഞു മരിക്കുന്നത് കണ്ട പ്രവാചകൻ സഅദ് മരിക്കുമ്പോ പുഞ്ചിരിച്ചിട്ടുണ്ട്. മാലാഖമാർ അദ്ദേഹത്തിന് വേണ്ടി ആശീർവാദങ്ങൾ നൽകിയത് അറിഞ്ഞുകൊണ്ട് പ്രവാചകൻ പുഞ്ചിരിച്ചു. ഈ സഅദിനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ജനാസയെ കൊണ്ട് ഖബറിന്റെ അരികിലേക്ക് എത്തി ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ തന്റെ കയ്യിലുള്ള വടി കുത്തിപ്പിടിച്ച് അതിൽ മുട്ടുവിരൽ വെച്ചുകൊണ്ട് മുട്ടുകാല് ഖബറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഖബറിലേക്ക് നോക്കി തേങ്ങിക്കരഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, താങ്കൾ എന്തിനാണ് കരയുന്നത്? സഅദ് മരിച്ചപ്പോൾ ചിരിച്ച താങ്കൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഈ പ്രോഫോൺ പിരിഞ്ഞുകൊണ്ട് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രിയപ്പെട്ട സഹോദരി, ഈ ഹോളിൽ നിന്നിറങ്ങി നമ്മുടെ വാഹനത്തിലേക്ക് കയറി നാളെ നമ്മുടെ ക്യാമ്പസിൽ ഇറങ്ങുമ്പോ, നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോ, നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോ ഈ രണ്ട് ചിന്തകളായിരിക്കട്ടെ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ വഴി എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായും ഇന്നലിൽ ഖബറിൽ ലജ്ജ, ഖബറിനൊരു പിടുത്തമുണ്ട്, ഖബറിനൊരു കുടുസാക്കലുണ്ട്. നിങ്ങളുടെ വാരിയല്ലുകളെ പരസ്പരം കൂട്ടിപ്പിടിക്കുന്ന ഒരു പിടുത്തം ഖബറിനുണ്ട്. ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നുവെന്നാണ്, സഅദ് രക്ഷപ്പെടുമായിരുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ത്യാഗങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയ നന്മയുടെ പോർക്കളത്തിൽ ഇതിഹാസങ്ങൾ രചിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള സഹാബിവര്യന്മാർ, അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹിയുടെ വാചകം ഇതാണെങ്കിൽ ഞാനും നിങ്ങളും കൊട്ടേഷൻ സംഘങ്ങളുടെയും മ്യൂസിക്കുകളുമായി കൊണ്ടും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ടും മാത്രം ജീവിതം മുന്നോട്ട് പോയി ഒരു വേള നമ്മുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വിളികൾക്കപ്പുറം സ്വന്തം ഉമ്മയുടെ നഗ്നതയൊപ്പിയെടുത്ത് അത് വിൽപ്പനക്ക് 20 രൂപയ്ക്ക് വിൽപ്പന നടത്തിയ മെമ്മറി കാർഡുകളിലേക്ക് മാറ്റിക്കൊടുത്ത മുസ്ലിം സുഹൃത്ത് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ സ്വന്തം ഉമ്മയുടെ 16 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവ് ആ ഉമ്മയെ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച മുസ്ലിം യുവാവുള്ള ഈ സമൂഹത്തിൽ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റുമായി കൊണ്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് ആഞ്ഞടിക്കുന്ന, ആർത്തടിക്കുന്ന തിരമാലകൾ കരിമ്പാറകളിലേക്ക് ആഞ്ഞു വീശിയപ്പോ ആരോ ചോദിച്ചുവത്രേ, എന്തിനാണ് തിരമാലകളെ, ഈ കരിമ്പാറകളെ ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞിട്ടും നിങ്ങൾ ഇതിലേക്ക് ആഞ്ഞടിക്കുന്നത്? തിരമാലകൾ നൽകിയ മറുപടി, ഈ കരിമ്പാറകളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ
സാന്നിധ്യം അറിയിക്കാൻ കഴിയുമെന്ന്. കൂരിരുട്ട് എത്ര ശക്തമായിരുന്നാലും ശരി, ആ കൂരിരുട്ട് ശക്തമായ ദിവസത്തിൽ കത്തിച്ചു വെക്കുന്ന മെഴുകുതിരിയുടെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവോടുകൂടി നമ്മെ പിന്തിരിക്കുന്ന, നമ്മെ പിറകോട്ട് വലിക്കുന്ന, നമ്മെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ശക്തികളും കൂട്ടുകെട്ടുകളും തിന്മയുടെ വക്താക്കൾ അവരാരായിരുന്നാലും നമ്മുടെ സാന്നിധ്യം നന്മയുടെ തിരുനാളം ഊതിക്കെടുത്താൻ സമ്മതിക്കില്ല എന്ന പ്രതിജ്ഞയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെയും സ്നേഹിക്കേണ്ടതുപോലെ മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ പിതാവ് മരിച്ചു, ഉമ്മയാണ് വളർത്തിയത്. വിവാഹശേഷം ഉമ്മയോടുള്ള സ്നേഹത്തിൽ അല്പം കുറവ് വന്നു. മഹാനായ അൽഖമ മരിക്കാൻ നേരത്ത് സഹാബത്ത് അബൂബക്കറും ഉമറും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ചൊല്ലാൻ സാധിക്കാത്ത അൽഖമ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പ്രവാചകന്റെ അരികിലേക്ക് ഓടിപ്പോവുകയാണ് പരാതി പറയാൻ. പ്രവാചകൻ ചോദിച്ചു, വൃദ്ധയായ അദ്ദേഹത്തിന്റെ ആരെങ്കിലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉമ്മയുണ്ട് എന്ന മറുപടി ലഭിച്ചു. ഉമ്മയെ വിളിച്ചു ചേർത്തു. ഉമ്മയോട് മകനെ പറ്റി ചോദിച്ചു. ഉമ്മ പറഞ്ഞു, വിവാഹം വരെ എൻ്റെ മകൻ എന്നെ നോക്കി, വിവാഹശേഷം അല്പം ശ്രദ്ധ കുറഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹാബത്തിനോട് വിറകുകെട്ടുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വിറകുകെട്ടുകളുമായി കടന്നു വരുന്ന സഹാബിമാരോട് എന്തിനാണെന്ന് ആ ഉമ്മ ചോദിച്ചപ്പോ, നിന്റെ മകനെ ചുട്ടരിക്കാനാണെന്ന് പറഞ്ഞപ്പോ, എന്റെ മകന് ഞാൻ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ നമ്മുടെ മാതാവ്, അൽഖമയുടെ മാതാവിനോടുള്ള സ്നേഹം ജിഹാദിനേക്കാളേറെ നമ്മൾക്കുണ്ടാവണം. നമ്മുടെ രക്ഷിതാക്കളോട് അവരോടുള്ള സ്നേഹവും ബഹുമാനവും എന്ന തിരിച്ചറിവാണ്. ഒരുപക്ഷെ നമ്മുടെ നിത്യജീവിതത്തിലെ സുഖ സൗകര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അല്പം ഒരു വിഷമം അവരിൽ നിന്നുണ്ടായതിന് പകയും വിഷമവുമായി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അവരോടുള്ള പിണക്കമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ, മരിച്ചു പോകുമ്പോൾ നമ്മോടുള്ള സ്നേഹമില്ലാതെയാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മളെ വിട്ടുപിരിഞ്ഞതെങ്കിൽ നമ്മുടെ നരകത്തിലേക്കുള്ള യാത്രയുടെ ആരംഭമാണ് അതേ എന്ന തിരിച്ചറിവോടുകൂടി അല്ലാഹുവിനോട് ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കാൻ ഈ കൊല്ലം ജില്ലയിലെ ടൗൺ ഹാളിൽ നിന്നും കേട്ട ആഹ്വാനങ്ങളെ നമ്മുടെ ക്യാമ്പസിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ഹോസ്റ്റലുകളിലും തിന്മക്കെതിരെ അടരാടാനുള്ള തൗഹീദിന്റെ മാർഗത്തിൽ ഈ തൗഹീദിനെ വെല്ലുവിളിച്ച് കടന്നു വരുന്നവർ ഏത് ശക്തികളാണെങ്കിലും ആ ശക്തികൾക്കെതിരെ ഇല്ല, അനുവദിക്കുകയില്ല. ധർമ്മത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ ശബ്ദത്തെ ഊതിക്കെടുത്താൻ അനുവദിക്കുകയില്ല എന്ന പ്രതിച്ഛയുമായി പിരിഞ്ഞു പോകുവാൻ തീരുമാനമെടുക്കുക. ഖബറിനെയും സ്വർഗത്തെയും സദാ ഓർക്കുക. അവിടെ രക്ഷപ്പെടാനുള്ള വഴിയും മാർഗവും സ്വീകരിക്കുക. അതിന് വിഘാതം നിൽക്കുന്ന കൂട്ടുകെട്ടുകളെ ബഹിഷ്കരിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്രിബീൻ. അസ്സലാമു അലൈക്കും.